പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ സഹതാരങ്ങളെ പലരെയും വിളിച്ച് പറഞ്ഞത് ഇതെൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പാണ്. ഞാൻ ആദ്യം ഡൽഹി കാണുന്നത് 87 ജനുവരി 19. ജനുവരി 19 രാത്രി ശ്രീ ജൂബിലി ജോയ്, ജയനൻ വിൻസെന്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജോയ് സാറിൻ്റെ മാനേജർ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു 11 മണി 12 മണിക്കാണ് ചെന്നൈയിൽ നിന്ന് വന്നിറങ്ങുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡൽഹി ട്രിപ്പ്. അതൊരു എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു റോള് ചെയ്യാൻ വേണ്ടിയാണ്. ന്യൂഡൽഹി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ മലയാള സിനിമ, അന്നത്തെ പാൻ യൂണിവേഴ്സ് സിനിമയാണ്. മമ്മൂക്കയുടെ ജീവിതം തിരിച്ചു പിടിച്ച സിനിമയാണ്. അങ്ങനെ ഒരുപാട് പ്രസക്തിയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ ഡൽഹിയിൽ കാലുകുത്തുന്നത്. ഇത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ വൈവിധ്യം എന്ന നിലയ്ക്ക് എനിക്ക് അതിവൈവിധ്യമാർന്ന ഒരു പുതിയ റോൾ എടുത്തണിയാനുള്ള രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒന്ന്, രാഷ്ട്രീയത്തിൽ ഇതിനിടയ്ക്കുണ്ടായിട്ടുള്ള ഒരു 100-150 ഡൽഹി യാത്രകൾ എന്ന് പറയുന്നത് മുഴുവൻ ഒരു അനുഗ്രഹം പോലെ, എനിക്ക് കിട്ടിയ വരം പോലെ കിട്ടിയ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ജനങ്ങളുടെ നിശ്ചയത്തിൽ ഞാൻ ഡൽഹിയിൽ എൻ്റെ ജീവിതത്തിലെ സിനിമ സംബന്ധിയായ വരവ് ആദ്യത്തേതാണെങ്കിൽ ഇതെൻ്റെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ട് ഞാൻ കരുതുമെങ്കിൽ അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതെനിക്ക് തരുന്ന ഒരു എക്സ്റ്റസി നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ പുതിയൊരു ഡൽഹിയിലേക്ക് പുതിയൊരാളായിട്ട് വന്നു. പുതിയ വരവിൽ ഏവരും ഉറ്റുനോക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് കേന്ദ്രമന്ത്രിയാകുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദി ക്വസ്റ്റ്യൻ ഹാസ് ബീൻ റേസ്ഡ് more than 100 times. അത് ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, പോളിംഗ് കഴിഞ്ഞ് ചോദിച്ചു. അന്നേരം എല്ലാം ഞാൻ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുകയാണ്. എനിക്കെൻ്റെ നേതാക്കളെ നിഷേധിക്കാൻ, എൻ്റെ പാർട്ടിയുടെ തീരുമാനങ്ങളെ തിരസ്കരിക്കാൻ ഒന്നും സാധിക്കില്ല. എങ്കിൽ പോലും എൻ്റെ പാഷനെ അവർക്കും തിരസ്കരിക്കാൻ സാധിക്കില്ല. ഒരു വാദമുണ്ടാവും, ഒരാവശ്യപ്പെടലുണ്ടാവും, ആ സമയത്തൊരു വാദമുണ്ടാവും. അത് ഒരു വലിയ വാഗ്വാദത്തിലേക്കൊന്നും പോവില്ല. എങ്കിലും ഞാൻ എൻ്റെ പാഷനറ്റ് ഹാർട്ട് ഞാൻ എക്സ്പോസ് ചെയ്യും. അത് അവരംഗീകരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മന്ത്രിയൊന്നും ആവാതെ തന്നെ ഒരു 10 വകുപ്പുകളുടെയെങ്കിലും തലവന്മാരുടെ ഒരു സമ്മതം വാങ്ങി മാത്രമായിരിക്കും ഞാൻ അവിടെ നിന്ന് കേരളത്തിലേക്ക് മടങ്ങും. ഈ എംപിമാരുടെ മീറ്റിംഗ് ഉണ്ട്, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ലീഡേഴ്സിനെ കാണുന്നുണ്ടോ? ഞാൻ പറയാൻ പാടില്ല. How you take the opposition in your constituency? How you take the opposition in your constituency? How should I take? You please educate me on that. There is no opposition there. It is only the people of Trichur, and the expectation of the people of Trichur is, and I have given them as a promise that I will work for Kerala and Tamil Nadu. And since now we were so unlucky to not have representatives, BJP representatives or NDA representatives from Tamil Nadu, I think it is my ardent desire, as was desired during the campaign processes. Now it has become a responsibility that I should also be joining the fray in Tamil Nadu to look for the people there to be looked after. So I will be into it. ഈ ജയത്തിന് ശേഷം ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ നേതാക്കളൊക്കെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് തൃശ്ശൂർ CPM-ന്റെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത്, അല്ലെങ്കിൽ സർക്കാർ ജയിക്കാൻ വഴിയൊരുക്കി തരികയായിരുന്നു ഒരു ആരോപണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. തൃശ്ശൂരിലെ ജനങ്ങൾ അരാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്ന തരത്തിൽ ഇലക്ഷൻ രാഷ്ട്രീയത്തെ തിരിച്ചു വിട്ടിരിക്കുന്നു. അവരുടെ മനോഘടന എന്ന് പറയുന്നത് രാഷ്ട്രീയാധിഷ്ഠിതമായിട്ട് നമുക്ക് പ്രത്യയശാസ്ത്ര വിശ്വാസമാവാം, രാഷ്ട്രീയ കക്ഷിയിലെ വിശ്വാസമാവാം, തൃപ്തിയും അതൃപ്തിയും ഉണ്ടാവാം. പക്ഷേ ഭരണത്തിലേക്ക് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ
മണ്ണിന് യോഗ്യതയുള്ളവരെ, മണ്ണിനെ കാക്കാൻ യോഗ്യതയുള്ളവരെ, മണ്ണിൻ്റെ എല്ലാ ഗുണഗണങ്ങളെയും സംരക്ഷിക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്ന ഒരു പുതിയ അരാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മനോഘടനയിലേക്ക് അവർ മാറിയതിനകത്ത് വെറുതെ വെപ്രാളം പൂണ്ടിട്ട് കാര്യമില്ല. അവരങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നെ അയക്കണമെന്ന് തീരുമാനിച്ചെങ്കിൽ അവരുടെ ആ തീരുമാനത്തെ അവഹേളിക്കൽ മാത്രമായിരിക്കും. അത് കോൺഗ്രസ് എന്നല്ല, ആരത് ചെയ്താലും കണക്കുകൂട്ടലൊന്നും നിങ്ങൾ നടത്തണ്ട. അവർ വലിയ കണക്കുകൂട്ടലുകൾ നടത്തിയതിൻ്റെ നിശ്ചയമുണ്ട്. ആ കണക്കുകൂട്ടലിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത നിശ്ചയം എനിക്ക് നെറ്റിപ്പട്ടമാണ്, എനിക്ക് തിടമ്പാണ്. അവർക്കത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് അത് വിട്ടേക്കും. അതിന് മുമ്പ് നിങ്ങളത് പറഞ്ഞില്ലല്ലോ. എനിക്കിതിലും നല്ല നടന്റെ പ്രതിച്ഛായ എനിക്ക് 19-ലുണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങളത് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് പുതിയ നറേറ്റീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയം അത് അവരുടെ രാഷ്ട്രീയ മൂല്യത്തിന്റെ ഇല്ലായ്മ മാത്രമേ വ്യക്തമാക്കൂ. ജനങ്ങളുടെ മാൻഡേറ്റിനെ മാനിക്കാൻ പഠിക്കുക. കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തരുത്. വലിയ വലിയ കാരണങ്ങൾ അവരുടെ അതിർത്തിയിൽ നിന്ന് ഉതിർന്ന് വീണതിന്റെ നിശ്ചയം അവരെടുത്തെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ടി. മന്ത്രിയാകാനായിട്ട് നിർബന്ധിച്ചാൽ ഏത് വകുപ്പാണ് താല്പര്യം? ഇല്ല, എനിക്ക് അങ്ങനെ 1-2 വകുപ്പിൽ ഒതുങ്ങാൻ ഒക്കത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ ആത്മാർത്ഥമായ മനസ്സിലാക്കലിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എനിക്ക് കേരളത്തിന്റെ ആവശ്യത്തിലേക്ക് ഒരു 10-15 വകുപ്പുകളുടെ ആവശ്യമുണ്ട്. ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 5, 6, 7, 8, 10 മന്ത്രിമാര്, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല, ജനാധിപത്യത്തിൽ അത് നിഷിദ്ധമാണ്, ചൊൽപ്പടിക്ക്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം വേണ്ട. പക്ഷേ എന്നെയും കൂടി കണക്കിലെടുക്കുന്ന ആ സ്ഥാനത്ത് വരുന്നവരടക്കമുള്ള ഈ 10-15 വകുപ്പിൽപ്പെടുന്ന മന്ത്രിമാർ ന്യായമായി മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ ആവശ്യങ്ങളും, അത് ഡെവലപ്മെന്റ് ആയാലും ശരി തന്നെ, ജനങ്ങളുടെ ജീവിതത്തിൽ പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചു കൊടുക്കുന്നതിനായാലും ശരി തന്നെ, അതിലേക്ക് എൻ്റെ ഷാഠ്യത്തിന് വഴങ്ങിത്തരണം. അത് ജനങ്ങളുടെ ഷാഠ്യമേ ഞാൻ അവിടെ അവതരിപ്പിക്കൂ എന്ന് മാത്രമാണ് എനിക്ക് ആവശ്യപ്പെടാനും അപേക്ഷിക്കാനുമുള്ളത്. എയിംസ് ഞാൻ കേരളത്തിനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്നെ ഒരു പ്രാദേശികത മുന്നോട്ട് ഉന്നയിക്കുന്ന ഒരു MP ആയിട്ട് കാണരുത്. എനിക്കെൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ആത്മാർത്ഥമായി ചോദിച്ചാൽ സൗത്ത് ഇന്ത്യയാണ്. പക്ഷെ കർണാടകത്തിൽ അത് നോക്കാൻ നല്ല നട്ടലുള്ള ആമ്പിള്ളേരുണ്ട്, അവർ നോക്കിക്കോളും. പക്ഷേ തമിഴ്നാട്ടിലേക്ക് അവിടുത്തെ സർക്കാരിനെ സഹായിക്കാനല്ല, അവിടുത്തെ സർക്കാരിൽ വിശ്വസിച്ച് ഒരു ജനതയെ തൃപ്തരാക്കാൻ വേണ്ടി കൂടുതൽ അതിനുവേണ്ടി ഞാൻ നിൽക്കുന്നു. കേരളത്തിന് അത് അമിതമായിട്ട് ആവശ്യങ്ങൾ ആവശ്യമുണ്ട്, അല്ലേ? അനിവാര്യതയായി മാറിയിട്ടുണ്ട്. അതൊരു വീർപ്പ് മുട്ടലിലേക്ക് പോയിട്ടുണ്ട്. അതിനുവേണ്ടിയും ഞാൻ പ്രവർത്തിക്കും. കേരള ജനതയാണ് എൻ്റെ ഉത്തരവാദിത്വം. തൃശ്ശൂരിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഇലക്ഷൻ പ്രചരണ കാലത്ത് വളരെ നല്ല പഠനത്തിനും എനിക്ക് കിട്ടിയ ശിക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ എൻഹാൻസ്ഡ് വേർഷൻസേ ഉണ്ടാവുള്ളൂ, അതിൽ നിന്നൊട്ടും പിന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് എനിക്ക് അറിയിക്കാനുള്ളത്. കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതിയിൽ ഏതൊക്കെ മോഡ്യൂൾസാണോ, തൃശൂർ പൂരം തുടങ്ങി അങ്ങോട്ട് ഏതൊക്കെ മോഡ്യൂൾസാണോ, അതിൽ മുഴുവൻ ശ്രദ്ധ ചെലുത്തും. നമ്മളാണ് എന്നെ 5 വർഷത്തേക്ക് വിശ്വസിച്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലും വലിയ ഒരു ഉത്തരവാദിത്വം തരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ എൻ്റെ പ്രവർത്തനം കൊണ്ട് തീരുമാനിച്ചാൽ ഞാൻ അവിടെ എൻ്റെ പാർട്ടിയുടെ അനുമതിയോടെ, എൻ്റെ നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തോടുകൂടി അവരെന്ത് പറയുന്നോ ഞാൻ അനുസരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മലയാളി ജനങ്ങളുടെ, അവിടുത്തെ മനുഷ്യരുടെ, നല്ല മനുഷ്യരുടെ ഇംഗിതം എന്ന് പറയുന്നത് എൻ്റെ നേതാക്കൾ അറിയും. അവരുടെ തീരുമാനത്തെ ഞാൻ അനുസരിക്കും. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഡിസൈനും ഇല്ല.